963 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാറിന്റെ ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുന്നു ബി.ജെ.പി. ലീഡ് കഴിഞ്ഞ തവണ എത്രയായിരുന്നു? കഴിഞ്ഞ തവണ പക്ഷേ ഈ സമയം വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 3500 വോട്ടിന്റെ അഞ്ചാം റൗണ്ട് പൂർത്തിയാകുമ്പോഴല്ല, ഫിഫ്ത് റൗണ്ട് കഴിയുമ്പോൾ ബി.ജെ.പി. ശക്തി കേന്ദ്രങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി എണ്ണാൻ പോകുന്നത് മാത്രം. പക്ഷെ നോക്കൂ, കഴിഞ്ഞ തവണ പാലക്കാട് എത്രയുണ്ടായിരുന്നത് ലോക്സഭയുടെ സമയത്ത്? അല്ല, അതിന്റെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കും, അത്രേ ഉള്ളൂ. കോൺഗ്രസിന് ഇപ്പോഴും രാഹുൽ വോട്ട് പോയതാണ്. പിടിച്ചു നിർത്തണം. അവിടെ കംഫർട്ടബിൾ ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചു, ലീഗിനെ സംബന്ധിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന 70 ബൂത്തുകൾ പൂർത്തിയായിരിക്കുന്നു. 70 ബൂത്ത് പൂർത്തി. ഇനി 34 ബൂത്തുണ്ട്. 104 മുനിസിപ്പാലിറ്റിയിൽ 104 ബൂത്തുകളാണ്. ഇനി പറയാൻ പറ്റില്ല ചാത്തപുരം, കൊപ്പമൊക്കെ എങ്ങനെയാണെന്നുള്ള. സുൽത്താൻപേട്ടുണ്ട്. കൊപ്പമുണ്ട്. 247 ബി.ജെ.പിയുടെ 247 കുറഞ്ഞോ? വീണ്ടും ബി.ജെ.പിയുടെ ലീഡ് കുറഞ്ഞോ? 247 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇല്ല, അതാ വരുന്നു. കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ബി.ജെ.പിയുടെ ലീഡ് കുറയുന്നു. 5 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ബി.ജെ.പി. നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരം 963. പ്രിയപ്പെട്ടവരെ, കണക്കുകൾ നോക്കൂ. 963. ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. 4ാം റൗണ്ടിലെ മാത്രം UR പ്രദീപിന്റെ ലീഡ് 1764. അദ്ദേഹത്തിന്റെ സ്വന്തം ലീഡായ 778ന്റെ ഇരട്ടിയിലധികം. You are leading, Pradeep. You are lead. 1764 4ാം റൗണ്ട് ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 2016ന്റെ ഇരട്ടി ലീഡുമായിട്ട് UR പ്രദീപ് കുതിക്കുകയാണ്. ഇരട്ട എഞ്ചിനുമായിട്ട് കുതിക്കുന്നു UR പ്രദീപ്. അതേസമയം പാലക്കാട് വീണ്ടും ബി.ജെ.പി. ലീഡ് തിരിച്ചുപിടിക്കുന്നു. 963ലേക്ക് അക്ഷരാർത്ഥത്തിൽ നെഞ്ചിടിപ്പേറ്റുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഫലസൂചനകൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കണക്കൊന്നുകൂടി കൊടുക്കാം. 963. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിപ്പോർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കരയിൽ ഇത്തവണ രാഷ്ട്രീയ മാറ്റത്തിനുള്ള കളം ഒരുങ്ങിയില്ല. അവിടെ UR പ്രദീപ് LDFന്റെ സീറ്റ് നിലനിർത്തി. ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ ഇനി സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സി കൃഷ്ണകുമാർ നമ്മളോട് ഇന്നലെ സംസാരിക്കുമ്പോഴും 5ാമത്തെ റൗണ്ട് എത്തുമ്പോഴേക്കും ലീഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 3500 ലീഡ് കിട്ടേണ്ടടുത്ത് കേവലം 963 ലീഡ് മാത്രമാണ് ബി.ജെ.പിക്ക് 5ാം റൗണ്ട് കഴിയുമ്പോൾ ഉള്ളത് എന്നുള്ളത് ബി.ജെ.പിക്ക് ഇപ്പോൾ ഇതൊരു നെയിൽ ബൈറ്റിംഗ് മൊമെന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ആശ്വാസം, അഡ്വാൻറ്റേജ് രാഹുലാണ്. EVM കൗണ്ടിങ്ങിൽ 4ാം റൗണ്ട് പൂർത്തിയായപ്പോൾ നേടിയ വോട്ട് നില ഇപ്പോൾ PRD നൽകുന്നുണ്ട്. അതനുസരിച്ച് UR പ്രദീപ് 22,794, രമ്യക്ക് കിട്ടിയിരിക്കുന്നത് 15,196. അതെ, ബി.ജെ.പിക്ക് 9,455. അവിടെ സുധീർ 1,425. എത്ര റൗണ്ടാണ്? 4 റൗണ്ട്. അപ്പോൾ സ്വാഭാവികമായും 5,000 കടക്കും. പ്രിയങ്ക ഗാന്ധി 1.5 ലക്ഷം കടന്നിരിക്കുന്നു. 1,53,218 ആക്കിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ്. നമുക്ക് ഇഞ്ചോടിഞ്ച് പാലക്കാട്ട് പ്രയോഗിക്കാം. ഉണ്ണി സാറിന്റെ ഇഞ്ചോടിഞ്ച് ഇപ്പൊ പാലക്കാട് നടക്കുന്നു. ഈ ചേലക്കരയെ നമുക്ക് മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോൾ ബി.ജെ.പി. ലീഡ് തിരിച്ചുപിടിക്കുന്നു. അത് ലോക്സഭയിലെ ലീഡിനേക്കാൾ മെച്ചപ്പെട്ട ലീഡ് പിടിച്ചപ്പെട്ടിരിക്കുന്നു. ലോക്സഭയിലെ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന ലീഡിനേക്കാൾ മെച്ചപ്പെട്ട ലീഡ് ബി.ജെ.പിക്ക് മുനിസിപ്പാലിറ്റി സമ്മാനിക്കുന്നു. പക്ഷേ 2021 ലീഡിനോളം പോകുന്ന ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ പോസ്റ്ററുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അല്ല, UR പ്രദീപ് പോസ്റ്ററുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ 1ാം റൗണ്ടിലെ ഉറപ്പിച്ചു. ഇന്നലെ വളരെ കൃത്യമായി, വ്യക്തമായി, ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം നമ്മൾ പറഞ്ഞു ആ മണ്ഡലത്തിൽ. കാര്യം നമ്മൾ ബൂത്തിൽ പോകുമ്പോൾ, ആ മണ്ഡലത്തിൽ പോകുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് 8 മണിക്ക് മുമ്പ് തന്നെ കണക്ക് വെച്ചാണ് പറയുന്നത്. ചേലക്കരയിൽ കണക്ക് വെച്ചാണ് പറയുന്നത്. 1ാം റൗണ്ടിലെ ട്രെൻഡ് നമ്മൾ പ്രവചിച്ചു. 1ാം റൗണ്ടിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 150 വോട്ട് കൂടി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പ്രവചിച്ചു UR പ്രദീപ് അങ്ങനെ എഴുതി തള്ളരുത്. നോക്കൂ, ബി.ജെ.പിയുടെ ക്യാമ്പുകളിൽ ചെറിയ ഒരു ദീർഘനിശ്വാസം, പക്ഷേ ആശങ്കയുയരുന്നു. പിരായിരി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മാത്തൂരും കണ്ണാടിയും ഇത്തവണ ഡിസിസീവ് ആകും. അവിടെ സരിൻ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ രാഹുലിന് ക്ലിയർ അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ 5,000 മുതൽ 7,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്നും തിരഞ്ഞെടുക്കപ്പെടും. നോക്കൂ, മൂത്താന്തറയിൽ സന്ദീപ് വാര്യരെ ഇറക്കിയത് ഫലം കണ്ടില്ല. മൂത്താന്തറ അത് ബി.ജെ.പിക്കൊപ്പമാണ്. RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വോട്ട് പോലും
വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ